മഹാസമാധിയെ വണങ്ങി സായൂജ്യ പുണ്യം നുകരാൻ ഗുരുദേവന്റെ പുണ്യഭൂമിയിലേക്ക് ഭക്തസഹസ്രങ്ങളുടെ പ്രവാഹം. പൂക്കളുടെയും പൂജാദ്രവ്യങ്ങളുടെയും നറുമണവും പീതാംബരധാരികളുടെ നാരായണീയ മന്ത്രങ്ങളും ഗുരുദേവ സന്നിധിയെ ധന്യമാക്കുകയാണ്. എൺപത്തിയാറാം ശിവഗിരി തീർത്ഥാടനത്തിന്റെ 3-ാം ദിവസമായ ഇന്നും അത്ഭുതപൂർവമായ തിരക്കാണ് ഉണ്ടായത്. തീർത്ഥാടനത്തോടനുബന്ധിച്ച് ചെമ്പഴന്തിയും പീതക്കടലായി തീർന്നു. ഇനി 3-ാം ദിവസമായ ഇന്നത്തെ തീർത്ഥാടന കാഴ്ചകൾ. യോഗ നടപടികൾ ആരംഭിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയിട്ട് 90-ാമത് വർഷമാണ്. തീർത്ഥാടനം ആരംഭിച്ചിട്ട് ഇത് 86-ാമത്തെ വർഷവുമാണ്. ഗുരുവിൻ്റെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ മനുഷ്യ നന്മയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള 8 വിഷയങ്ങളെക്കുറിച്ച് പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ ഇവിടെ വരുത്തി അവരുമായി സംവദിക്കണമെന്നുള്ള കൽപ്പന. ആ കൽപ്പന പ്രകാരം ഇന്ന് നമ്മൾ ഇവിടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയെക്കുറിച്ച് ഗുരു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യ വർഗോദ്ധാരണത്തിന് ഉതകേണ്ടുന്ന ശാസ്ത്രവും നവീകരണവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള സമ്മേളനമാണ്, ചർച്ചകളാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. I would like to welcome the Honorable Governor of Nagaland, Sri P. Acharya sir, for lighting the lamp along with the dignitaries on the stage. Today is the last day of 3 days celebration of pilgrimage to this great pilgrimage center. I feel so blessed. This is my second visit.
The Guru's mantra to strengthen the people is not only spirituality. Narayan Guruji, he took up 8 aspects of the human life. It is not only education and health, it's usually, and spirituality, usually all the saints preach to us. We are fortunate to be born in India. It's a great country. We have a wonderful heritage of such a wonderful saints. Many of them were scientists. They gave us knowledge. They made the country prosperous. And the main country was a very peaceful country. In spite of our prosperity, unbelievable prosperity for years and years together, with our knowledge, which were inherited from our ancestors, from rishis and munis, and scientists and educationists, we became slaves to the brute force of the world. Thousands of years we became slaves. No country has got saints and inspiring personalities like our country. Every village, every state can be proud. Yes, we have persons who can be icon to us. We are a hard-working people. God has given us a wonderful country, full of rivers, fertile soil, hard-working people. And we made it. We never invaded any other country. We made our country very prosperous. Still then, why we became slaves for the forces which cannot believe they didn't have even a handful of persons. We were divided into castes, languages, group, and this and that. So this is the need of the hour, again the education of Guru Narayan, Swami Guru Narayan Guruji, that we are all human beings, there is one God, one religion, one caste. These are the weakness which we felt. Now it is nearly 70 years we have become an independent nation. And we are a vibrant nation now. We are the biggest democracy in the whole world. മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മറ്റൊന്നുണ്ട്. ഈശ്വരൻ്റെ ഇച്ഛയാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനൊഴിച്ച് മറ്റാരെയും നന്നാക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? എല്ലാ ജീവജാലങ്ങളും ഈശ്വരൻ്റെ ഇച്ഛയനുസരിച്ച് അവർ ഈ പ്രപഞ്ചത്തിൽ ജനിക്കുന്നു, ആ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ആ പരമ്പൊരുൾ ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ടാകും. ഇവൻ കാട്ടിക്കൂട്ടുന്ന വികൃതികൾ ഇവന് ബുദ്ധി കൊടുത്തിട്ടുണ്ട്. ആ ബുദ്ധി കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പരമ്പൊരുളിനെ അറിയുവാൻ വേണ്ടിയാണ്. അവിടെയാണ് നമുക്ക് ഭഗവാൻ കൽപ്പിച്ചനുഗ്രഹിച്ച അഷ്ടലക്ഷ്യങ്ങളെപ്പറ്റി ഉള്ള ആ അറിവിനെ പ്രദാനം ചെയ്യുന്ന ശിവേരി തീർത്ഥാടനത്തിൻ്റെ പ്രാധാന്യം പറയുന്നത്. നമ്മളുടെ ബഹുമാനപ്പെട്ട ഗവർണർ കാലേക്കൂട്ടി ശിവേരി മഠത്തിൽ എത്തിയിരുന്നു. അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ ഇരിക്കുമ്പോൾ ഭഗവാൻ ശിവേരി തീർത്ഥാടനത്തിൻ്റെ ദിവസമായി എന്തുകൊണ്ടാണ് ജനുവരി 1 തിരഞ്ഞെടുത്തതെന്ന് ചോദിക്കുകയുണ്ടായി. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. മറ്റൊരു ഗുരുവിനും മറ്റൊരു ആചാര്യനും അങ്ങനെ ഒരു ഏകലോക ദർശനത്തെ സംസ്ഥാപനം ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ദേശത്തിനോ കാലത്തിനോ മതത്തിനോ ജാതിക്കോ ഭാഷയ്ക്കോ അതീതമായ ദർശനത്തിൻ്റെ പ്രയോക്താവായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ശുചിത്വം, ഈശ്വരഭക്തി, കൃഷി, കച്ചവടം, സംഘടന, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക പരിശീലനം തുടങ്ങിയ വിഷയങ്ങളെ അധികരിച്ചുള്ള
പ്രഭാഷണ പരമ്പര ഉണ്ടാകണം. തീർത്ഥാടകരായി എത്തുന്ന ഭക്തർ ഈ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുകയും അത് അവരുടെ ജീവിത തലത്തിൽ പ്രയോജനപ്പെടുത്തുമ്പോൾ മാത്രമാണ് ഗുരു പറഞ്ഞിരിക്കുന്ന തീർത്ഥാടനം അർത്ഥവത്താവുന്നുള്ളൂ. കഴിഞ്ഞ 85 വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ആധികാരികമായ പ്രസംഗം ഇവിടെ നടന്നു പോകുക. 86ാമത് ശിവരി തീർത്ഥാടനമാണ്. ഈ തീർത്ഥാടന വേളയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയെക്കുറിച്ച് ഇവിടെ സംസാരിക്കാൻ, അതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാനുള്ള വിശിഷ്ട വ്യക്തികൾ ഇവിടെ ഇരിക്കുകയാണ്. അടുത്തതായി സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡയറക്ടർ ശ്രീ പി പ്രമോദ് സാറിനെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്കറിയാം, ശാസ്ത്ര സാങ്കേതിക വിദ്യ 3 സെക്ടറുകളിലാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ എല്ലാ വിധത്തിലും അർത്ഥത്തിലും ഉൾക്കൊണ്ടിരിക്കുന്നത്. അഗ്രികൾച്ചർ സെക്ടറും സർവീസ് സെക്ടറും മാനുഫാക്ചറിങ് സെക്ടറും. ഈ 3 സെക്ടറുകളിലാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ അധികം വന്നിരിക്കുന്നത്. ഇതിലേറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് സർവീസ് സെക്ടറിലും അതോടൊപ്പം തന്നെ മാനുഫാക്ചറിങ് സെക്ടറിലുമാണ്. പക്ഷെ മാനുഫാക്ചറിങ് സെക്ടറിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ നേട്ടങ്ങൾ വരുന്നതോടൊപ്പം തന്നെ അത് മനുഷ്യരാശിയുടെ നാശത്തിന് കൂടി വഴിയുണ്ടാകുന്നു എന്നുള്ളതാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയെക്കുറിച്ച് ശ്രീനാരായണ ഗുരുദേവന്റെ ചിന്തകളെക്കുറിച്ച് പണ്ഡിതോചിതമായി അഭിപ്രായം പറയാൻ അറിയുന്ന ഒരാളല്ല ഞാൻ. ഒരു വിദ്യാർത്ഥിയുടെ കൗതുകത്തോടെ 2 കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. ഒന്ന്, ദൈവദർശനം എന്ന വളരെ തത്വചിന്താപരമായിട്ടുള്ള അതേസമയം വളരെ ലാളിത്യമുള്ള വരികളിൽ ആദ്യ പാദത്തിൽ തന്നെ അദ്ദേഹം ഒരു ശാസ്ത്ര സാങ്കേതിക ചിഹ്നം ഉപയോഗിച്ചാണ് ഈശ്വരനെ പരാമർശിച്ചിരിക്കുന്നത്. ഒരു ആവി വൻ തോണി എന്നാണ് സംസാര സാഗരത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഒരു ആവി വൻ തോണി എന്നാണ് പറഞ്ഞത്. സ്റ്റീം എഞ്ചിൻ അല്ലെങ്കിൽ സ്റ്റീം ബോട്ട് എന്ന് ഒരു തത്വചിന്താപരമായിട്ടുള്ള വരികൾക്കകത്ത് എത്രയോ വർഷം മുമ്പ് എഴുതാൻ അദ്ദേഹം കാണിച്ച, ശ്രീനാരായണ ഗുരുദേവൻ കാണിച്ച ആർജവം അദ്ദേഹത്തിന് ശാസ്ത്ര സാങ്കേതിക വിദ്യയോടുണ്ടായിരുന്ന അഭിനിവേശമായിട്ട് ഞാൻ കണക്കുകൂട്ടുക. വസ്തുക്കളുടെയും അപ്പിയറൻസിന്റെയും, അതായത് വെളുത്തിരിക്കുന്നോ കറുത്തിരിക്കുന്നോ മനുഷ്യൻ, അല്ലെങ്കിൽ പശുവിന്റെ പാലിന്റെ ഗുണം എന്തായിരിക്കുന്നു എന്നുള്ളതിനപ്പുറം ഈ കാണുന്ന പ്രതിഭാസത്തിന്റെ യാഥാർത്ഥ്യം എന്താണ്? നാരായണ ഗുരുവിന്റെ ഭാഷ എടുത്താൽ പരംപൊരുൾ എന്താണ്? വാട്ട് ഈസ് ദ ട്രൂത്ത് ഓഫ് ട്രൂത്ത്സ് എന്നുള്ളതാണ് അദ്ദേഹം അഡ്രസ് ചെയ്യുന്ന ചോദ്യം. Also, if you read through Atmopadesha Shadakam, 100 verses in self-instruction, or Darshanamala, which is the garland of verses, if you take verses 69, 70 of both, one of the techniques of creativity of Narayana Guru is that if you number the verses and read them across all the verses, they deal with similar techniques. വൈദ്യുതി കണ്ടുപിടിച്ചത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു ഡെവലപ്മെൻ്റാണ്. ഒരുപക്ഷെ ഇന്നത്തെ ഈ രീതിയിലുള്ള നമ്മുടെ പുരോഗതിയും വൈദ്യുതിയുടെ കണ്ടുപിടുത്തം തന്നെയാണ്. ഒരു കാലത്ത് വലിയ നിലയങ്ങൾക്ക് സ്ഥാപിച്ച് വളരെ നീളം കൂടിയ ട്രാൻസ്മിഷൻ ലൈൻസൊക്കെ ഉണ്ടാക്കി നമ്മുടെ വീടുകളിലേക്ക് വൈദ്യുതി എത്തുന്ന രീതിയിൽ നിന്ന് മാറി, അതായത് നമ്മൾ കൺസ്യൂമേഴ്സ് ആയിരുന്ന കാലത്തിൽ നിന്ന് മാറി നമ്മുടെ വീടുകളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് തിരിച്ച് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് നാം മാറിയിരിക്കുകയാണ്.
ആധ്യാത്മികതയെ ശാസ്ത്രബോധത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് വിശകലനം ചെയ്ത മറ്റൊരു റിലീജിയസ് ഫിലോസഫർ ഇന്ത്യയിൽ ഇല്ല എന്നുള്ളത് എനിക്ക് വളരെ ആധികാരികമായിട്ട് പറയുന്നതിന് സാധിക്കും. മാനവചരിത്രത്തിലെ നിത്യവിസ്മയമായി മാറുന്ന അപൂർവം ചില വ്യക്തിത്വങ്ങൾ ഉണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ മഹത്വം തിരിച്ചറിയപ്പെടുന്നു. അവർ ജീവിച്ചിരിക്കുന്ന ഇതിഹാസങ്ങളായി തന്നെ മാറുന്നു. തലമുറകൾ അവരുടെ അവദാനങ്ങളെ വാഴ്ത്തിപ്പാടും. അവരുടെ വാക്കുകൾക്ക് നാൾതോറും പ്രസക്തി ഏറി വരും. കാലത്തെ അതിജീവിച്ച് അവർ ചിരഞ്ജീവികളായി മാറും. ലോകചരിത്രത്തിലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ഇത്തരമൊരു യുഗപ്രഭാവമാണ് ശ്രീനാരായണ ഗുരുദേവൻ. നാനാജാതി മതസ്ഥർ ജീവിക്കുന്ന ഈ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമാണ് ഗുരു നമ്മെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുമ്പോൾ അത് ജനാധിപത്യപരമായി. ഗുരു അതിനൊരു സിലബസും മെത്തഡോളജിയും നൽകിയപ്പോൾ അത് ശാസ്ത്രമായി. തീർത്ഥാടനത്തിന് ഗുരു നൽകിയ ശാസ്ത്രീയ ദർശനത്തിന് മറ്റൊരു മാനം കൂടിയുണ്ട്. നാം ഇന്ന് ജീവിക്കുന്നത് അറിവധിഷ്ഠിത സമൂഹത്തിലാണ്, അഥവാ നോളജ് സൊസൈറ്റിയിലാണ്. കാർഷിക സമൂഹവും വ്യാവസായിക സമൂഹവും കഴിഞ്ഞുണ്ടായ ഒരു സാമൂഹ്യ ക്രമമാണ് ഇത്. കൃഷിയിൽ മണ്ണും വിത്തും പോലെ, വ്യവസായത്തിൽ മെഷീൻ ഉൽപ്പന്നങ്ങളും പോലെ അത് ഒരു അസംസ്കൃത വസ്തുവും ഉൽപ്പന്നവുമാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ശ്രീ PB ആചാര്യ, നാഗാലാൻഡിൻ്റെ ബഹുമാനപ്പെട്ട ഗവർണർ. അദ്ദേഹത്തെ ഈ വേദിയിൽ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത ശ്രീ P. പ്രമോദ്, ഡയറക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ്, ഡോക്ടർ അച്യുത് ശങ്കർ, ഡയറക്ടർ ബയോ എൻവയൺമെൻറ്റിക് ഡിപ്പാർട്ട്മെൻറ്റ്, ഡോക്ടർ G. അശോക് IAS, ശ്രീ KM ധരേശൻ ഉണ്ണിത്താൻ, ഡയറക്ടർ ഓഫ് എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ, ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ, ഫോർമർ വൈസ് ചാൻസലർ MG യൂണിവേഴ്സിറ്റി, ഡോക്ടർ R. ശശിധരൻ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, മറ്റ് വിശിഷ്ടരായ എല്ലാവർക്കും ഈ വേദിയിൽ എല്ലാവരെയും ഒരുപോലെ തന്നെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനെൻ്റെ കൃത്യത്തിന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. പുലരി നക്ഷത്രങ്ങളുടെ തിളക്കത്തിൽ മഹാസമാധി തിരുമുറ്റത്ത് നിന്നൊഴുകി നിറഞ്ഞ പുണ്യനദിയായി ശിവഗിരി കുന്നുമാറി. വിദ്യയും വിത്തവും ഭക്തിയും ശുദ്ധിയും ബുദ്ധിയും വിചാരവും വിശ്വാസവും ഉറയ്ക്കുന്നതിനും ഉറപ്പിക്കുന്നതിനുമുള്ള മഹാപ്രസാദമാണ് ഓരോ ശിവഗിരി തീർത്ഥാടനവും. ഇതുതന്നെയാണ് ഓരോ ഭക്തനും ശിവഗിരി നൽകുന്ന സന്ദേശവും.